ഹായ് ഗായ്സ്, അങ്ങനെ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി അടുത്ത പരിപാടി നമ്മൾ ഒരു റൂം കണ്ടുപിടിക്കണം, ഡ്രസ്സ് മാറണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിനുശേഷം നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി. പക്ഷേ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ആദ്യമായി നമ്മുടെ കലാം സാറിനെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ 11ാമത് പ്രസിഡൻ്റാണല്ലോ ഭാരതത്തിൻ്റെ. മാത്രമല്ല അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് കൂടിയാണ്. ISROയിലായിരുന്നു അവസാനമായി വർക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങൾ കാണാം. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സാറിൻ്റെ വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. രാമേശ്വരത്തെ ഒരു സാധാരണ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ദാരിദ്ര്യത്തിന് നടുവിൽ നിന്ന് ഉയർന്നു വന്ന ഒരു മാണിക്യമാണ് അബ്ദുൽ കലാം സാർ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശകരുടെ ഭയങ്കരമായ തിരക്കാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പാണ്. അവിടെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജനാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഈ സ്ട്രീറ്റ് നിറയെ അബ്ദുൽ കലാം എന്ന ബോർഡ് വെച്ച് ഓരോ കടകളും ഓരോ സ്ഥാപനങ്ങളും അദ്ദേഹത്തെ മാർക്കറ്റ് ചെയ്യുകയാണ് എന്ന് തോന്നിപ്പോവും. അത്രമാത്രം തിരക്കാണ് ഈ സ്ട്രീറ്റിൽ. APJ അബ്ദുൽ കലാം സർ, അദ്ദേഹത്തിനെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല. അദ്ദേഹം നമ്മുടെ രാഷ്ട്രപിതാവ് മാത്രമല്ല, ഒരു നല്ല മനുഷ്യനും കൂടിയാണ്. ഇനി നമുക്ക് ഈ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ മ്യൂസിയം ഒന്ന് കണ്ടു കളയാം. അപ്പോൾ ഇതാണ് ഈ മ്യൂസിയത്തിൻ്റെ പുറത്തെ ഭാഗം. വളരെ ഭംഗിയായി വൃത്തിയായി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതിനകത്ത് മൊബൈൽ ക്യാമറകളോ മറ്റുള്ള തമ്പാക്കു പിന്നെ സിഗരറ്റ് ഇങ്ങനത്തെ ഒന്നും കൊണ്ടുപോകരുത്. ഇനി അടുത്തൊരു മറ്റൊരു സ്മാരകം കാണാം. ഇതൊരു ഖബറിസ്ഥാനാണ്. നമ്മളെ ഗൈഡ് പറഞ്ഞു ഇവിടെ 11 അടി ഉയരമുള്ള 3 സഹോദരന്മാരുടെ ഖബറുകളാണ് ഈ കാണുന്നത്. അപ്പോൾ പണ്ടുള്ളവർ ഇവരെ രാക്ഷസന്മാർ എന്നായിരുന്നു അത്രേ വിളിച്ചത്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് കഥ അല്ലേ. ഈ രാമേശ്വരത്ത് നിറയെ കഥകളാണ്. ഓരോ ഭാഗത്തും നമുക്ക് കഥകൾ കാണാം. ഒന്നാമത് പ്രധാനമായും ശ്രീരാമനും സീതയും ലക്ഷ്മണനും യുദ്ധവും ഒക്കെയാണ് ഇതിൻ്റെ ഒരു തീം. നമുക്ക് നമ്മുടെ രാഷ്ട്രപതിക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് മറ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്.